PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി തന്നെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്, ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക് എന്താണെന്നുള്ളത് ഇന്ന് രാത്രി തന്നെ നമ്മൾ ടെലിഗ്രാമിൽ മെൻഷൻ ചെയ്യും. നമ്മൾ പിറ്റേ ദിവസം കാലത്ത് അതിൻ്റെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അന്ന് രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ ലൈവായിട്ട് രാത്രി 8 മണിക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCERT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം തന്നെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും PYQ ഡിസ്കഷൻ സെഷനും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ ആക്റ്റീവായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ കഴിഞ്ഞ LDC 2024 നമ്മൾ ഇതുപോലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൃത്യമായിട്ട് അവസാനം വരെ ഫോളോ ചെയ്ത് പഠിച്ച എല്ലാവരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷ എഴുതി നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനാദ്യം തന്നെ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണേ. ടെലിഗ്രാമിലാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോൾസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ടെലിഗ്രാമിലൂടെയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സാണിത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, അതുപോലെ GST കൗൺസിൽ, ഇത് രണ്ടും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG കുറിച്ച് പഠിക്കാം. അപ്പോൾ ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ വരവ് ചെലവ് കണക്കുകൾ ആരുടെയൊക്കെയാണ് പരിശോധിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പരിശോധിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതായത് നമ്മുടെ ഇങ്ങനെ ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ ഒരു CAG വേണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 148. ഇനി CAGയുടെ ധർമ്മം, ഇപ്പോൾ വരവ് ചെലവുകൾ കണക്കുകൾ പരിശോധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ CAGയുടെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 149. 149ലാണ് CAGയുടെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 148 CAG വേണം എന്നുള്ളത് പ്രതിപാദിക്കുന്നു, 149 ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി CAGയെ കുറിച്ച് അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭരണഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? CAG ആണ്. അത് ആരുടെ അഭിപ്രായത്തിലാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എങ്ങനെയാണ് CAGയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത്? ഭരണഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് CAG എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ചിട്ട് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കണമല്ലോ. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് സമർപ്പിക്കും?
പ്രസിഡന്റിന് സമർപ്പിക്കും. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രസിഡന്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഗവർണർക്കുമായിരിക്കും സമർപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ രണ്ട് പേരുടെയും വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് CAG ആണെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനും സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കുമായിരിക്കും? ഗവർണർക്കുമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി CAG അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാ? ഇന്ത്യയുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, ഇന്ത്യയുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അതുപോലെ തന്നെ പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ അഥവാ കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും CAG ആണ്. അപ്പോൾ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണല്ലോ CAG. ഈ ഇന്ത്യയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറി. അപ്പോൾ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CAG ആണ്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റി ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ. അപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? പാർലമെൻറ്റിലെ എം പിമാർ ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത്? പിമാരില്ലേ, മന്ത്രിമാരില്ലേ അവിടെ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ, അവർക്ക് എങ്ങനെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനൊക്കെ അറിയുമോ എന്നൊരു ഡൗട്ട് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇനി തോന്നിയില്ലെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത് പാർലമെൻറ്റിലെ പിമാരാണ്. അവർക്ക് ഈ വരവ് ചെലവ് കണക്കുകളെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല അല്ലേ. അത്രമാത്രം വിദ്യാഭ്യാസവും അറിവുകളുമുള്ള ആളുകൾ മാത്രമല്ല പിമാരായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം CAG എന്ത് ചെയ്യും? വരവ് ചെലവ് കണക്കുകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. ഓക്കെ. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ആർക്കാണ് സമർപ്പിക്കുന്നത്? പ്രസിഡന്റിനാണല്ലോ സമർപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രസിഡൻ്റാണ് ഇതെന്ത് ചെയ്യുന്നത്? പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നത്. പ്രസിഡന്റ് ഈ റിപ്പോർട്ട് എന്ത് ചെയ്യും? പാർലമെൻറ്റിൽ സമർപ്പിക്കും. പാർലമെൻറ്റിൽ നിന്നുമാണ് ഈ റിപ്പോർട്ട് എങ്ങോട്ടെത്തുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും എത്തുന്നത്. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു തവണ വരവ് ചെലവുകളെല്ലാം കണക്ക് കൂട്ടി റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് പ്രസിഡന്റിൻ്റെ കയ്യിലും പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നും പാർലമെൻറ്റിലേക്കും അവിടെ നിന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്കും എത്തുന്നു. അപ്പോൾ CAG ഒരു തവണ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ വീണ്ടും ചികഞ്ഞ് ഒന്നുകൂടി പുനഃപരിശോധിക്കുന്ന ആളാണ് ആര്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ CAG ഉണ്ടെങ്കിൽ മാത്രമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർ പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് വീണ്ടും പരിശോധിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വീണ്ടും ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ നമ്മൾ എന്ത് പേരിലും കൂടെ പറയാറുണ്ട്? പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നും പറയാറുണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ CAGയുടെ സഹായത്തോടു കൂടി മാത്രമേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനാവൂ അല്ലേ. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് CAG എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുക, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വഴികാട്ടി എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഫിലോസഫർ എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ
ഗൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതും എല്ലാം ആര് തന്നെയാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കാരണം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു തവണ റിപ്പോർട്ട് തയ്യാറാക്കി അതിനെ വീണ്ടും പുനഃപരിശോധിക്കുകയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വഴികാട്ടി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഫിലോസഫർ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഗൈഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? CAG ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ആര്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഇനി നീക്കം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാ? രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഇനി ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ കയ്യിലാണ്. ഇവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഇവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ ഇവർക്ക് ആരുടെ അനുവാദം വേണം? പാർലമെന്റിന്റെ അനുവാദം വേണം. പാർലമെന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ രാഷ്ട്രപതിക്ക് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് പാർലമെന്റിന്റെ അനുവാദം എന്ന് പറയുമ്പോൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും 2/3 ഭാഗം ഭൂരിപക്ഷം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇതിൻ്റെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. രാജ്യസഭയുടെയും ലോക്സഭയുടെയും 2/3 ഭാഗം ഭൂരിപക്ഷം വേണം നീക്കം ചെയ്യണമെങ്കിൽ, അല്ലേ? അതായത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മാത്രമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നീക്കം ചെയ്യാൻ പറ്റുന്നത്. ആരാണ് നീക്കം ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. ഓക്കെ. ഇനി ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് നരഹരി റാവു ആണ് ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കാലാവധിക്കു ശേഷം സംസ്ഥാനത്തെയോ കേന്ദ്രത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗം വഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഉദ്യോഗം വഹിക്കാൻ കഴിയില്ല, അതിന് അർഹരല്ല എന്നുള്ളതാണ് ആൻസർ. എന്തുകൊണ്ടാണ് അർഹരല്ല? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കുക. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ആളാണ്, അല്ലേ? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എവിടെ നിന്നൊക്കെ വരുമാനമുണ്ട്, ഏതൊക്കെ രീതിയിൽ അവരവരുടെ വരുമാനം ചിലവാക്കുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ അദ്ദേഹം കാലാവധി കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗം വഹിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ മറ്റൊരു ഉദ്യോഗം വഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പുറത്താവത്തില്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കാലാവധിക്ക് ശേഷം മറ്റേതെങ്കിലും ഉദ്യോഗം വഹിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് GST കൗൺസിലിനെ കുറിച്ചാണ്. GST കൗൺസിൽ. അപ്പോൾ എന്താണ് GST കൗൺസിൽ? GST എന്താന്നുള്ളത് നമുക്കറിയാം, അല്ലെ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ GSTയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഈ GST കൗൺസിൽ രൂപം കൊള്ളാൻ കാരണമായ ഭേദഗതി എന്ന് പറയുന്നത് 101-ാം ഭേദഗതിയാണ്. ഇത് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അവിടെയും പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ 101-ാം ഭേദഗതിയിലൂടെയാണ് GST കൗൺസിൽ രൂപം കൊള്ളുന്നത്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കും. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ GSTയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച സമിതിയാണ് GST കൗൺസിൽ. 101-ാം ഭേദഗതിയിലൂടെയാണ് GST കൗൺസിൽ വരുന്നത്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 279A ആണ്. ഈ GST കൗൺസിൽ രൂപീകരിച്ച വർഷം ഓർത്തിരിക്കുക, 2016 സെപ്റ്റംബർ 12-നാണ്. GST കൗൺസിൽ രൂപീകരിച്ചത് എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 12-നാണ്.
ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി. ആസ്ഥാനം എവിടെയാണ്? GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, GST കൗൺസിലിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര അംഗങ്ങളാണ്? ടോട്ടലായിട്ട് 33 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയാണ് 33 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരും ബാക്കി 31 അങ്ങനെ ചേർത്തിട്ടാണ് 33 അംഗങ്ങൾ ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ മുഴുവൻ അംഗങ്ങളെയും നമുക്ക് പഠിക്കേണ്ട, പക്ഷേ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 3 അംഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ചെയർമാൻ. ആരായിരിക്കും ചെയർമാൻ? GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. അപ്പം നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. അപ്പം നിലവിൽ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ഓക്കെ, അപ്പം നിലവിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ. ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. രണ്ടാമത്തെ അംഗം സംസ്ഥാനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഉണ്ടായിരിക്കും. സ്റ്റേറ്റിൻ്റെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് ഓരോ സംസ്ഥാന ഗവൺമെൻറ്റും നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ നികുതിയുടെയോ ചുമതലയുള്ള മന്ത്രി, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു മന്ത്രി. ഇത്രയും പേർ ചേരുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട 3 മന്ത്രിമാരാണ്. ആദ്യം ചെയർമാൻ, കേന്ദ്ര ധനകാര്യമന്ത്രി. അപ്പോൾ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്നു. പിന്നെ സ്റ്റേറ്റ് അല്ലേ, സംസ്ഥാനം എന്താണ്? സംസ്ഥാനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും കൂടെ വന്നു. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യത്തിൻ്റെയോ നികുതിയുടെയോ ചുമതലയുള്ള ഒരു മന്ത്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രി. ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. അപ്പോൾ അതിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള നിലവിലെ GST കൗൺസിലിലെ അംഗം എന്ന് പറയുന്നത് KN ബാലഗോപാലാണ്. KN ബാലഗോപാൽ. ഓക്കെ, കേരളത്തിലെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് നിലവിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് GST കൗൺസിലിലുള്ള അംഗം. KN ബാലഗോപാൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് എന്തിലൂടെയാണ് ചോദിക്കാം. യോഗങ്ങളിലൂടെയാണ് GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് യോഗങ്ങളിലൂടെയാണ്. ഈ യോഗത്തിൻ്റെ ക്വാറം എത്രയാണ്? ക്വാറം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇത്ര പേര് പങ്കെടുക്കണം എന്നുള്ളതുണ്ട് അല്ലേ. അപ്പോൾ യോഗത്തിൽ ഒരു ചുരുങ്ങിയ എത്ര പേര് പങ്കെടുക്കണം, അതാണ് ക്വാറം. അപ്പോൾ ക്വാറം എന്ന് പറയുന്നത് മൊത്തം എത്ര അംഗസംഖ്യയുണ്ടോ അതിൻ്റെ 50%, ഓക്കെ, പകുതി ആളുകൾ പങ്കെടുക്കണം. മൊത്തമുള്ള അംഗങ്ങളുടെ പകുതി ആളുകൾ, 50% ആളുകളാണ് യോഗത്തിൻ്റെ ക്വാറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കൗൺസിലിൻ്റെ ഓരോ തീരുമാനവും യോഗത്തിൽ പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ എത്ര വോട്ടിങ്ങിലൂടെയാണ് നടപ്പിലാക്കുന്നത്? 4/3 വോട്ടിംഗ് വേണം. ഓക്കെ, കൗൺസിലിലെ ഓരോ തീരുമാനവും യോഗത്തിൽ എത്ര പേരാണോ പങ്കെടുക്കുന്നത്, അവർ എത്ര പേരാണോ വോട്ട് ചെയ്യുന്നത്, അത്രയും അംഗങ്ങളുടെ 4/3 വോട്ടിങ്ങിലൂടെയാണ് ഈ പറയുന്ന GST കൗൺസിലിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയുടെ വോട്ടിന്, അവരുടെ വോട്ടിൻ്റെ മൂല്യമാണ് പറയുന്നത്, വെയിറ്റേജ് ആണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയുടെ വോട്ടിങ്ങിനാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉണ്ടായിരിക്കും അല്ലേ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുടെ വോട്ടിനാണെങ്കിൽ അവിടെ പോൾ ചെയ്ത മൊത്തം വോട്ടിൻ്റെ 1/3 വെയിറ്റേജ് ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുടെ വോട്ടിന് എത്ര വെയിറ്റേജ് ഉണ്ട്? ആ മൊത്തം യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മൊത്തം വോട്ടിൻ്റെ 1/3 വെയിറ്റേജ് ഉണ്ടായിരിക്കും. ഇനി എല്ലാ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി,
സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളുടെ വോട്ടിനാണെങ്കിൽ യോഗത്തിൽ ചേർന്നിട്ടുള്ള ആകെ വോട്ടിൻ്റെ 2/3 മൂന്നിൽ 2 ഭാഗം വെയിറ്റേജ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ കൗൺസിലിലെ എല്ലാ നടപടികളിലേക്കും, ഇവിടെ ഇത് ഓർത്തിരിക്കണം, ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുടെ വോട്ടിൽ മൂന്നിൽ 1 ഭാഗം വെയിറ്റേജും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികളുടെ വോട്ടിന് 2 ഭാഗം വെയിറ്റേജ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ GST കൗൺസിലിലെ എല്ലാ നടപടികളിലേക്കും ഒരാളെ സ്ഥിരം ക്ഷണിതാവായിട്ട് വിളിക്കാറുണ്ട്. സ്ഥിരം ക്ഷണിതാവ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് ഒരാളെ എപ്പോഴും വിളിക്കാറുണ്ട്. അതാരാണ്? CBECയുടെ ചെയർപേഴ്സൺ. എന്താണ് CBEC? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർപേഴ്സണെ സ്ഥിരം ക്ഷണിതാവായിട്ട് എല്ലാ GST കൗൺസിലിൻ്റെ യോഗത്തിലും പങ്കെടുക്കാറുണ്ട് അല്ലെങ്കിൽ വിളിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല? വോട്ടവകാശമില്ല. അത് ഓർത്തിരിക്കണേ. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർപേഴ്സണെ GST കൗൺസിലിലെ എല്ലാ നടപടികളിലേക്കും സ്ഥിരം ക്ഷണിതാവായിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതിൽ വോട്ടവകാശമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ് GST കൗൺസിലിൻ്റെ ആസ്ഥാനം. കേരളത്തിൽ എവിടെയാണ് GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. കേരളത്തിൽ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ഓർത്തിരിക്കുക. GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാ? അമിതാഭ് ബച്ചനാണ് കേട്ടോ. അമിതാഭ് ബച്ചനാണ് GSTയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് GST കൗൺസിലുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാൻ എനിക്കറിയാം. എൻ്റെ ശബ്ദത്തിൻ്റെ അടപ്പ് കാരണം നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, ക്ഷമിക്കുക. എന്തായാലും നമ്മൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ ഓരോ ദിവസവും പ്രൊവൈഡ് ചെയ്യണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുക്കാത്തത്. അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് പ്രോബ്ലം ആണെങ്കിലും ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവരും കണ്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.